ഹാർട്ട്. നമ്മൾ ഹാർട്ടിനെ കുറിച്ച് പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ECG, അതുകൂടാതെ ഹാർട്ടിൻ്റെ സർക്കുലേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എന്തുമാത്രം വോളിയം, അതായത് എത്ര എമൗണ്ട് ഓഫ് ദ ബ്ലഡ് ആണ് ഓരോ കൺട്രാക്ഷൻ്റെ സമയത്തും ഹാർട്ടിലൂടെ കടന്നു പോകുന്നത്. അതായത് ബ്ലഡിൻ്റെ വോളിയവും എന്തോരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ചുമ്മാ ഹാർട്ട് അടിച്ചിട്ട് കാര്യമില്ല. ഓരോ സമയത്തും എന്തോരം ബ്ലഡ് പാസ് ചെയ്യാൻ ഹാർട്ടിനെ കൊണ്ട് പറ്റുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. അതുകൂടാതെ നമ്മുടെ ബോഡിയിലെ വൈറ്റൽ ഓർഗൻസിൽ 2ാം സ്ഥാനമാണ് ഹാർട്ട് വഹിക്കുന്നത്. അതായത് 2ാം സ്ഥാനം എന്ന് പറയുമ്പം ആദ്യത്തെ ഓർഗൻ ബ്രെയിനാണ്. കാരണം ബ്രെയിന് ഒരു 3 മിനിറ്റ് കൂടുതൽ സർക്കുലേഷൻ നിന്ന് പോയി കഴിഞ്ഞാൽ ബ്രെയിൻ ഡെത്താണ്, പിന്നെ ആളെ നോക്കിയിട്ട് കാര്യമില്ല. അപ്പം 2ാമത്തെ ഓർഗൻ എന്ന് പറയുന്ന ഹാർട്ടാണ്. ഹാർട്ട് പണി മുടക്കിയാലും പരിപാടി നിന്ന്. കാരണം ബോഡിയിൽ മൊത്തം സർക്കുലേഷൻ നടത്തുന്നത്, ഓക്സിജനൈറ്റ് ചെയ്യുന്നത് ബ്ലഡിലൂടെയാണെങ്കിലും ആ ബ്ലഡിന്റെ പമ്പിങ്ങിനെ നിയന്ത്രിക്കുന്നത് ഹാർട്ട് ആയതുകൊണ്ട് ഹാർട്ടിന്റെ സംഭവം പ്രധാനപ്പെട്ടതാണ്. പിന്നെ 3ാമത്തെ ഓർഗൻ നമുക്കറിയാം കിഡ്നിയാണ്, അടുത്തത് ലിവറാണ്. ഇവർ 4 പേർക്കും എന്ത് സംഭവിച്ചാലും അത് ഗുരുതരമായ പ്രശ്നമാണ്. കാരണം അവർക്ക് എന്ത് സംഭവിച്ചാലും നമുക്ക്, കാരണം ഇപ്പൊ പാൻക്രിയാസ് ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാം, എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് അത് ആർട്ടിഫിഷ്യലായിട്ട് മെഡിസിൻ കൊടുത്ത് നമുക്ക് ആളെ നിലനിർത്താം, കയ്യില്ലേലും കാലില്ലേലും കണ്ണില്ലേലും ഒക്കെ. പക്ഷെ ഇവർക്ക് എന്തെങ്കിലും പറ്റിയാൽ പോയി. കാരണം ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലിയാണ്, ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പൊ അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. അപ്പം നമ്മൾ പറഞ്ഞു വരുമ്പം ഈ ഹാർട്ട് എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നവും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹാർട്ടിന്റെ ഏറ്റവും കൂടുതൽ ഫങ്ഷൻ ചെയ്യുന്ന 2 സംഭവം എന്ന് പറയുന്നത് റൈറ്റ് ആട്രിയവും ലെഫ്റ്റ് വെൻട്രിക്കിളും. അതായത് റൈറ്റ് ആട്രിയത്തിലും ലെഫ്റ്റ് വെൻട്രിക്കിളിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തം സിസ്റ്റത്തെയും ബാധിക്കും. അപ്പൊ അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഹാർട്ടിൽ അയോർട്ടായിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്ത് വെളിയിലേക്ക് വിടുമ്പോൾ അതിൽ ഒരു 70% പോകത്തുള്ളൂ. ഒരു 30%ഓളം തിരിച്ച് ഹാർട്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. ആ വരുന്ന ബ്ലഡാണ് പലപ്പോഴും ഹാർട്ടിന്റെ സർക്കുലേഷന് വേണ്ടിയിട്ട്. അതായത് ഹാർട്ട് എല്ലാ സിസ്റ്റത്തിനും ബ്ലഡ് കൊടുക്കുന്നതാണെങ്കിലും ഹാർട്ടിന്റെ സർക്കുലേഷന് ബ്ലഡ് എടുക്കുന്നതും ഹാർട്ടിലെ 2 ആർട്ടറികളുണ്ട്. അതിൽ 1ാമത്തെ ആർട്ടറിയുടെ പേരാണ് കൊറോണറി ആർട്ടറി എന്നാണ് എന്നെ പറയുന്നത്. മനസ്സിലായി? അതിൽ ഒരു ആർട്ടറിയാണ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി, മറ്റൊന്നാണ് പോസ്റ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി. അപ്പം ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി എന്ന് പറയുന്നത് ഹാർട്ടിന്റെ ഫ്രണ്ട് വശത്തേക്ക് സപ്ലൈ കൊടുക്കുന്നതും പോസ്റ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി എന്ന് പറയുന്നത് ബാക്ക് സൈഡിലേക്ക് സർക്കുലേഷൻ കൊടുക്കുന്നതുമാണ്. മനസ്സിലായോ? അപ്പം ആർട്ടറി തുടങ്ങുന്നതോ അയോർട്ടായിലാണ്. അപ്പൊ അയോർട്ടായിൽ നിന്ന് താഴേക്ക് ആയതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട്. ബോഡിയിൽ ഹൈപ്പർ ലിപ്പിഡീമിയ, അതായത് കൊളസ്ട്രോളിന്റെ അളവ് കൂടി ഇവിടെ എങ്ങാനും ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള സർക്കുലേഷനെ മുഴുവൻ ബാധിക്കും. ഇപ്പറ എങ്ങാനും ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുള്ള സർക്കുലേഷനെ മുഴുവൻ, ഉള്ളിലേക്കുള്ള മുഴുവൻ സർക്കുലേഷനെയും ബാധിക്കും. മേലിൽ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ അതാണ് കൊളസ്ട്രോളൊക്കെ ഹാർട്ടിനുണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് നമ്മൾ ഈ സ്റ്റെന്റ് ഇടേണ്ടതൊക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇത് കാലക്രമേണ കൊറോണറി ആർട്ടറി ഡിസീസ് ആയിട്ടൊക്കെ മാറും. കൊറോണറി ആർട്ടറിക്ക് ബ്ലോക്ക് ഉണ്ടാക്കും. അപ്പം ഹൈപ്പർ ടെൻഷൻ, BP കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് കൊളസ്ട്രോളാണ്. കൊളസ്ട്രോൾ കൂടുതലായിരിക്കും. അപ്പോൾ അത് കൂടുതലാണെങ്കിൽ കുറയ്ക്കാനുള്ള പണി നമ്മൾ ചെയ്യണം. അപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഫങ്ഷൻ ചെയ്യുന്ന റൈറ്റ് വെൻട്രിക്കിളിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ബ്ലഡ് കിട്ടാൻ ബുദ്ധിമുട്ട് വരും. കാരണം ഇവിടെയാണ് ബ്ലോക്ക് വരുന്നത്. ഇത് ഏറ്റവും അടിയിൽ കിടക്കുന്ന ഭാഗങ്ങളാണ്. ഇവരാണ് ഏറ്റവും കൂടുതൽ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഫങ്ഷൻ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകാൻ പോകുന്ന ഹാർട്ട് ഫെയിലിയർ. അതായത് ഹാർട്ടിന്റെ ഫങ്ഷൻ പൂർണ്ണമായിട്ട് നിൽക്കുകയല്ല, കുറച്ച് കുറയും. അപ്പൊ അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടത്തുന്ന ഇജക്ഷൻ, ഫ്രിക്ഷനും ഇത് സപ്ലൈ ചെയ്യുന്ന ബ്ലഡും എല്ലാം കുറയും. അങ്ങനെ ഫൈനലി സെല്ലിലെ മെറ്റാബോളിസത്തിനുള്ള ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടാതെ വന്ന് കാർബൺ ഡൈ ഓക്സൈഡ് മെറ്റാബോളിസം നടത്തി ബോഡി ആൽക്കലി ആയി മാറും. മനസ്സിലായി? ആൽക്കലി ഇല്ല, ആസിഡിക് ആയി മാറും. അത് റെസ്പിറേറ്ററി അസിഡോസിസ് എന്നാണ് അതിന് പലപ്പോഴും പറയുന്നത്. അതിന് പറയുന്ന പേര് അങ്ങനെ ആയി മാറും. അങ്ങനെ മാറാതിരിക്കണമെങ്കിൽ നമ്മൾ
ഹാർട്ട് ഫെയിലിയറിനെ കൺട്രോൾ ചെയ്യണം. ഇനി ഹാർട്ട് ഫെയിലിയർ അല്ല അറസ്റ്റ്. അറസ്റ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ആളുടെ ബ്ലഡ് ഹാർട്ട് ഫങ്ഷൻ നടത്തി. ഇത് രണ്ടും രണ്ടാണ്. ഇനി നമുക്ക് ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു കാര്യം കുറച്ച് ടേമുകൾ പഠിച്ചിരിക്കണം. ഒന്നാമത്തെ സാധനമാണ് സ്ട്രോക്ക് വോളിയം. അതായത് ഒരു കൺട്രാക്ഷൻ, അതായത് ടക്ക്, ഈ ഒരു അടി കഴിയുമ്പോൾ എന്തോരം ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് ഹാർട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അത് 60 to 100 ml ആണ് ഒരു കൺട്രാക്ഷനിൽ പമ്പ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഒരു 60 to 100 ml ഒരു ഇത് പമ്പ് ചെയ്യും. അതായത് അത് കണക്കാക്കുന്നത് എങ്ങനെയാണ്? എൻഡ് ഡയസ്റ്റോളിക് പ്രഷർ, അതായത് ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്നതിന് മുമ്പ്, ബിഫോർ ദ കൺട്രാക്ഷൻ, അതായത് കൺട്രാക്ഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ ഹാർട്ടിൽ എന്തോരം ബ്ലഡ് ഉണ്ടായിരുന്നു എന്ന് എക്കോ കാർഡിയോഗ്രഫിയിലൂടെ നമ്മൾ മനസ്സിലാക്കും. അത് കഴിഞ്ഞിട്ട് എൻഡ് സിസ്റ്റോളിക് പ്രഷർ, അതായത് സിസ്റ്റോളിക്ക് കഴിഞ്ഞിട്ട്, ഡയസ്റ്റോളിക്കിന് മുമ്പായിരുന്നു, ഡയസ്റ്റോളിക്ക് കഴിഞ്ഞു, അത് കഴിഞ്ഞ് സിസ്റ്റോളിക്കിന് മുമ്പ്, അടുത്ത സിസ്റ്റോളിക്ക് തുടങ്ങുന്നതിന് മുമ്പ് എന്തോരം ബ്ലഡ് ഉണ്ടായിരുന്നു. മനസ്സിലാവും? ആഫ്റ്റർ ദ കൺട്രാക്ഷൻ, കൺട്രാക്ഷൻ കഴിയുമ്പോൾ സിസ്റ്റോളിക്കിന് ശേഷം എന്തോരം ബ്ലഡ് ഉണ്ടായിരുന്നു. ഇത് രണ്ടും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ സ്ട്രോക്ക് വോളിയം മനസ്സിലാക്കുന്നത്. അതായത് 150 ml ബ്ലഡ് ഒരാളുടെ ഹാർട്ടിൽ ഉണ്ടെന്ന് വെച്ചു, റൈറ്റ് ആർട്ടറിയത്തിലും ലെഫ്റ്റ് ആർട്ടറിയത്തിലും. ഈ 150 ml പമ്പ് ചെയ്ത് കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് കൺട്രാക്ഷന്റെ കഴിഞ്ഞിട്ട് 50 ml ബ്ലഡ് ഹാർട്ടിനുള്ളിൽ ബാലൻസ് ഉണ്ടെന്ന് വെച്ചു. അപ്പൊ 100 ml ബ്ലഡ് മേളിലേക്ക് പമ്പ് ചെയ്തു. ഈ 100 ml എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 50 to 70% വരും. അതായത് സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത് 60 to 40% ഓക്കെയാണ്. ഇങ്ങനെയാണ് സ്ട്രോക്ക് വോളിയം കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഈ സ്ട്രോക്ക് വോളിയം, ഒരു സമയത്തുണ്ടായ സ്ട്രോക്ക് വോളിയം, അതായത് 60 ml ആണ്. അപ്പം 60 ml ഇൻറ്റു നമ്മൾ 60 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് ഒരു സമയത്ത് ഇപ്പൊ 100 ml ആ പോയതെന്ന് വെച്ചു. 100 ml നമ്മൾ ഇതിനെ 60 കൊണ്ട് ഗുണിക്കണം. അതായത് 60 എന്താ? മിനിറ്റ്. നമ്മൾ ഒരു സെക്കൻഡിന്റെ നമുക്ക് കിട്ടിയത് ഒറ്റ കൺട്രാക്ഷനാണ്. ഒരു മിനിറ്റിൽ 60 കൺട്രാക്ഷൻ ഉണ്ടെന്ന് വെച്ചു. 60 പ്രാവശ്യം ഹാർട്ട് ഇടിക്കുന്നുണ്ടെങ്കിൽ 60 × 100, അതായത് 6 ലിറ്റർ ബ്ലഡ് ആണ് ഒരു മിനിറ്റിൽ ഹാർട്ട് പമ്പ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം എന്തോരം ബ്ലഡ് റൈറ്റ് ആർട്ടറിയത്തിൽ നിന്ന് ലെഫ്റ്റ് ആർട്ടറിയത്തിലേക്ക് പമ്പ് ചെയ്തിട്ടുണ്ട് എന്നറിയുന്നതിന് ഇജക്ഷൻ ഫ്രിക്ഷൻ എന്നാണ് ഈ വേർഡിന് ഇതിന് പറയുന്ന സംഭവം. മനസ്സിലായോ? അതായത് 55% തൊട്ട് 70% വരെ നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് മേളിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, റൈറ്റ് ആർട്ടറിയത്തിൽ നിന്നും ലെഫ്റ്റ് ആർട്ടറിയത്തിൽ നിന്നും മേളിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ കൺട്രാക്ഷന്റെ സമയത്ത് ഒരു 55 to 70% പമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇജക്ഷൻ ഫ്രിക്ഷൻ ഓക്കെ. ഇനി ഹാർട്ട് ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹാർട്ട് ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ ഈ സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത് കുറയും. സ്ട്രോക്ക് വോളിയം കുറയുമ്പോൾ ഒരു മിനിറ്റിൽ കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ എത്ര സ്ട്രോക്ക് വോളിയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ കാർഡിയാക് ഔട്ട്പുട്ടും കുറയും. കാർഡിയാക് ഔട്ട്പുട്ട് കുറയുമ്പോൾ ഇജക്ഷൻ ഫ്രിക്ഷൻ കുറയും. അതായത് 50%-ന് മേലുണ്ടായിരുന്നത് ഒരു 20% ഒക്കെ ആവും. മനസ്സിലായോ? ഇജക്ഷൻ ഫ്രിക്ഷൻ കുറഞ്ഞു. ഇതെല്ലാം കുറയുമ്പം എന്ത് പറ്റും? ബോഡിയിൽ ആസിഡിന്റെ അളവ് കൂടും. കാരണം ഡിക്രീസ്ഡ് O2 സർക്കുലേഷൻ, ഓക്സിജൻ ആവശ്യത്തിന് ടിഷ്യൂവിന് കിട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? അസിഡോസിസ് ഉണ്ടാവും. റെസ്പിറേറ്ററി അസിഡോസിസ് ഉണ്ടാവും. റെസ്പിറേറ്ററി അസിഡോസിസ് ഉണ്ടാവുമ്പോൾ സിസ്റ്റം ഫെയിലിയർ ആവും. ബോഡിയുടെ എല്ലാ ഓർഗൻസുകളും പതിയെ ഫെയിലിയർ ആകാൻ തുടങ്ങും.
അത് ഹാർട്ട് അറ്റാക്കിലേക്ക്, കംപ്ലീറ്റ് അറസ്റ്റിലേക്ക്, ഹാർട്ട് അറ്റാക്കിലേക്ക് കംപ്ലീറ്റ് അറസ്റ്റ് ഉണ്ടായി ആൾ മരിച്ചു പോകും, ഡെത്തിലേക്ക് അവസാനിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ഏകദേശ രൂപം. ഇത് നമ്മൾ സ്ട്രോക്ക് വോളിയം എന്താണെന്ന് പഠിച്ചിരിക്കണം. കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ കാരണം അറിഞ്ഞിരിക്കണം. അതായത് ഒരു മിനിറ്റിൽ എത്ര സ്ട്രോക്ക് വോളിയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാർഡിയാക് ഔട്ട്പുട്ട്. ഇജക്ഷൻ ഫ്രിക്ഷൻ, അതായത് ഓരോ ഇടിയിലും എത്ര പെർസെൻറ്റേജ്, അതായത് ഹാർട്ടിന്റെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും എന്തോരം പെർസെൻറ്റേജ്, എത്ര പെർസെൻറ്റേജ് ബ്ലഡ് മേളിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്, അതാണ് ഇജക്ഷൻ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതൊരു 55 തൊട്ട് 70% വരെ ഓക്കെയാണ്. ഇതാണ് അതിൻ്റെ ഒരു ബേസിക്. ഓക്കെ, താങ്ക് യു.